വളരെ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മയക്കുമരുന്ന്, അതുപോലെ തന്നെ അക്രമം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടെ പോലീസുകാർ ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ നിയമം വ്യവസ്ഥയെ ചില സമയങ്ങളിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അതിശക്തമായ രീതിയിൽ സർക്കാർ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന മയക്കുമരുന്നും മറ്റു കാര്യങ്ങളൊക്കെ പിടികൂടാനും ഒക്കെ ആയിട്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ക്യാരിയേഴ്സായിട്ട് പോകുന്നത് ചെറിയ കുട്ടികൾ മുതൽ, ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ വരെ ഇത് ക്യാരിയർമാരായിട്ട് പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പല സ്ഥലങ്ങളിലും ആണും പെണ്ണും അടക്കം ഈ MDMA പോലുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ട് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. കാരണം ഇത് കടത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പോക്കറ്റ് നിറയെ കാശ് കിട്ടും, പള്ളം നിറച്ച് എന്താ പറയുന്നത്, ഫുഡ് അടിക്കാം, അടിച്ചു പൊളിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാരിയേഴ്സായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ഈ സംഭവങ്ങൾ, MDMA പോലുള്ള സാധനങ്ങൾ സുലഭമായിട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ഓപ്പറേഷൻ ഡി ഹണ്ട് പോലെയുള്ള പല സാഹചര്യങ്ങളിൽ കൂടെ പോലീസുകാർ നെട്ടോട്ട് ഓടിയിട്ട് പിടിക്കുന്നുണ്ട്. ലക്ഷങ്ങളുടെ മയക്കുമരുന്നൊക്കെയാണ് ഇപ്പോൾ പിടികൂടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ യുവതലമുറ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് അവരുടെ ആരോഗ്യം കളയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള രാസലഹരികൾ ഉപയോഗിച്ച് സ്വന്തം ആരോഗ്യം നശിപ്പിക്കാതെ ആ സമയത്ത് എന്തെങ്കിലും മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ആനന്ദം കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും യാത്ര ചെയ്യുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപയോഗമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് 10 പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് അറിയത്തില്ല എന്താണ് ഇതിൻ്റെ ഒരു ദൂഷ്യവശങ്ങളെന്നും. അവർ അന്നേരത്തെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ആരോഗ്യം പോകും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല്ല് വരെ പോകുന്ന സാഹചര്യങ്ങൾ, ദ്രവിച്ച് പോകുന്ന സാഹചര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ ആരാണെന്നറിയത്തില്ല, അപ്പനാണോ അമ്മയാണോ പെങ്ങളാണോ എന്നറിയത്തില്ല. ആ സമയത്ത് എന്താണോ അവർക്ക് തോന്നുന്ന ആ ഒരു വികാരം, ചിലപ്പോൾ തലക്കടിക്കാനായിരിക്കും, ചിലപ്പം അവരെ ഉപദ്രവിക്കാനായിരിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരെ ഉപയോഗിക്കാനായിരിക്കും. അങ്ങനെയുള്ള ചിന്തകളൊക്കെ കടന്നു വരും. ആ സമയങ്ങളിൽ മുന്നിലുള്ള ആൾ ആരാണെന്ന് പോലും അറിയത്തില്ല. ഇത് ഉപയോഗിച്ച് ഇതിനുശേഷം നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവമായതിനു ശേഷം ഒരു തലത്തിൽ പറഞ്ഞ ബോധം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അറിയത്തുള്ളൂ, അയ്യോ ചെയ്തു പോയല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെയുള്ള രാസലഹരി, MDMA പോലെയുള്ള, അല്ല MDMA എന്നല്ല, ഒരു രീതിയിലുള്ള മയക്കുമരുന്നോ മദ്യമോ കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ആരോഗ്യമുള്ള ഒരു തലമുറ വളർന്നു വരട്ടെ. അതിനായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച്, നല്ല രീതിയിൽ ഉറങ്ങി, റെസ്റ്റ് എടുത്ത് ഉറങ്ങി ഭക്ഷണം കഴിച്ച് അധ്വാനിച്ച് ജീവിക്കാനായിട്ട് ഇനിയുള്ള തലമുറ ശ്രമിക്കുക. അല്ലെങ്കിൽ വെറുതെ യുവാക്കളൊക്കെ എന്ന് വെച്ചാൽ കേരളം ഈ വൃദ്ധന്മാരുടെ നാടായിപ്പോകും. കാരണം യുവാക്കളെല്ലാം കുറേ പേര് വിദേശത്തേക്ക് പോകും, കുറേ പേര് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ച് ആരോഗ്യം അല്ലെങ്കിൽ ജീവൻ കളയുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത്. പ്രത്യേകിച്ച് ആർക്കും ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഗുണമുണ്ടാകുവാണെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നു.